ബ്രെയിൻ്റെ ഫണ്ടമെൻ്റൽ പർപ്പസ് എന്ന് പറയുന്നത് സർവൈവലാണ്. അതായത് ബ്രെയിൻ്റെ എല്ലാ മേജർ സിസ്റ്റംസും നമ്മുടെ അവയവങ്ങളെല്ലാം എലൈവ് ആവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ചുറ്റും എന്തെങ്കിലും അപകടം ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് പെട്ടെന്നൊരു പൊട്ടിത്തെറി എന്ന് കേട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നമുക്കൊരു കമാൻഡ് നൽകും, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒന്നെങ്കിൽ നീ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളണം, അല്ലെങ്കിൽ നീ അതിനെ പ്രതിരോധിക്കണം. അതായത് മരണം, അതായത് നമുക്ക് അപകടം വരുന്ന ഒന്നും ബ്രെയിന് സെൻസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ മരിക്കുന്നു, അതൊന്നും ബ്രെയിന് മനസ്സിലാക്കാനേ പറ്റില്ല. അതുകൊണ്ട് മരണഭയമാണ് ഒരു മനുഷ്യനെ ഏറ്റവും ചൂഴ്ന്നു നിൽക്കുന്ന ഏറ്റവും പേടിയുള്ള ഒന്ന്. എന്നാൽ ഈ ലോകത്ത് ചില മനുഷ്യരുണ്ടായിരുന്നു, ദൈവം തന്ന കൊച്ചു ജീവിതം ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ച് മരണമെന്ന കവാടത്തിലൂടെ കടന്നുപോയി സ്വർഗരാജ്യത്തിലെത്തിയവർ. അത്തരത്തിലുള്ള ഒരാളായിരുന്നു നമ്മുടെ ജ്യേഷ്ഠ സഹോദരിയായ വിശുദ്ധ അൽഫോൻസമ്മ. വിശുദ്ധ അൽഫോൻസമ്മ മരിച്ചത് 1946 ജൂലൈ 28 ഈ ജൂലൈ മാസത്തിലുടനീളം അൽഫോൻസമ്മ തൻ്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായി പ്രവചിച്ചിരുന്നു. ജൂലൈ 17 തൻ്റെ കൂടെയുള്ള സഹോദരിയോടും ജൂലൈ 21 ഉർശലാമയോടും അൽഫോൻസമ്മ വ്യക്തമായി പറഞ്ഞിരുന്നു, എനിക്കൊരു പാരവശ്യം ഉണ്ടാവും, ആ പാരവശ്യത്തിന് ശേഷമായിരിക്കും എൻ്റെ മരണമെന്ന്. 1946 ജൂലൈ 27 വൈകിട്ട് അന്നത്തെ മഠം കപ്ലോനായിരുന്ന കുരുവിള പളാത്തോട്ടത്തിലച്ഛൻ അൽഫോൻസമ്മയെ കാണാൻ വന്നു. അൽഫോൻസമ്മയോട് ചോദിച്ചു, അൽഫോൻസമ്മ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അൽഫോൻസമ്മ പറഞ്ഞു, നാളെ ഒരു യുദ്ധമുണ്ടച്ചാ, യുദ്ധത്തിന് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അൽഫോൻസമ്മയെ നിരന്തരം അലട്ടിയിരുന്ന പാരവശ്യമായിരിക്കും എന്ന് കരുതിയിട്ട് കുരുവിളാച്ചൻ പറഞ്ഞു, അൽഫോൻസമ്മ കുറേ യുദ്ധം കഴിഞ്ഞതല്ലേ, ഇനി ആ പഴയ ആയുധങ്ങളൊക്കെ ഒന്ന് എടുത്ത് മിനുക്കിക്കൊള്ളാൻ. അൽഫോൻസമ്മ അതിന് യെസ് ഞാനത് ചെയ്യുകയാണ് അച്ഛാന്ന് പറഞ്ഞു. തുടർന്ന് 1946 ജൂലൈ 28 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അൽഫോൻസമ്മയ്ക്ക് പാരവശ്യം അനുഭവപ്പെടുകയും സഹിക്കാവുന്നതിനപ്പുറം ആ വേദനകൾ അമ്മ സഹിക്കുകയും ചെയ്തു. തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചുറ്റുമുള്ള സഹോദരിമാരോടൊക്കെ അൽഫോൻസമ്മ പറഞ്ഞു. അതിനുശേഷം അൽഫോൻസമ്മ പറഞ്ഞു, എന്നെ പുതിയ ഉടുപ്പ് ധരിപ്പിക്കുവാൻ ഞാൻ പോകട്ടെ എന്ന്. ഒടുവിൽ അൽഫോൻസമ്മ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ സിസ്റ്റർ ഗബ്രിയേലിനോട് അൽഫോൻസമ്മ പറഞ്ഞു, എൻ്റെ ചങ്കിൽ മനോഹരമായൊരു ശബ്ദം കേൾക്കുന്നില്ലേ? ഇതായിരുന്നു അൽഫോൻസമ്മയുടെ ലാസ്റ്റ് വേർഡ്സ്. അതിനുശേഷം അൽഫോൻസമ്മ നിശ്ചലയായി കിടന്നു. ചുറ്റുമുള്ള സഹോദരിമാർക്ക് മനസ്സിലായി പോയില്ല അൽഫോൻസമ്മ മരിക്കുകയാണെന്ന്. അത്രയും ശാന്തസുന്ദരമായ ഒരു മരണം. ജീവിതം ഒരു യുദ്ധമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ കാണാൻ കുറച്ചും കൂടി കഴിയുന്നു. പക്ഷേ മരണത്തിൽ നമ്മൾ ദൈവത്തെ ദർശിക്കുമ്പോഴാണ് ഒരാളുടെ ലൈഫ് ഏറ്റവും സക്സസ്ഫുൾ ആവുന്നത്. നിങ്ങൾ ഈ ഗ്രേറ്റ് തിയോളജിയനായ തെയ്യാർത്ത് ഷെർദാൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ലേ ദിവീന മിലോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനോഹരമായ പുസ്തകത്തിൽ മരണത്തെക്കുറിച്ച് പറയുന്ന ചില ചിന്തകളുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്? മരണം എന്നത് ദൈവത്തിന് മനുഷ്യൻ്റെ ആത്മാവിലേക്ക് കടക്കാനുള്ള ഒരു കവാടം മാത്രമാണെന്ന്. നമുക്കറിയാം അതൊരു ഡിവൈൻ, അതായത് ഒരു ഹോളി കമ്മ്യൂണിയൻ ആയിട്ടാണ് മരണത്തെ അദ്ദേഹം കാണുന്നത്. ദിവികാരുണ്യ സ്വീകരണത്തിലെ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, പക്ഷേ മരണത്തിലൂടെ ഈശോയുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അദ്ദേഹം മരണത്തെ കമ്പയർ ചെയ്യുന്നത് ഒരു ദിവ്യകാരുണ്യ സ്വീകരണം എന്ന പോലെയാണ്, ഒരു ഹോളി കമ്മ്യൂണിയൻ, ദൈവത്തോടൊപ്പമുള്ള ഒരു ഒത്തുചേരൽ. ഈ ഭൂമിയിൽ മരണത്തെ ജയിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ. ലോക ചരിത്രത്തിൽ ആരും മരണത്തിന് ശേഷം അവരെക്കുറിച്ചുള്ള കഥകളൊന്നുമില്ല, അവരെക്കുറിച്ചുള്ള ഹിസ്റ്റോറിക്കലായ ഒന്നും നമുക്കില്ല. പക്ഷേ മരണത്തെ ജയിച്ച ഒരേ ഒരു ചരിത്ര പുരുഷൻ അത് ഈശോ മാത്രമാണ്. ഈശോയുടെ മരണം അത് അത്ര മനോഹരമായിരുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം. തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിച്ചും പ്രാർത്ഥിച്ചും ഏറ്റവും ക്രൂരമായ ഈശോയുടെ മരണം ഈശോ മനോഹരമാക്കി. അതായത് ഈശോ തൻ്റെ കുരിശ് മരണത്തിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്തു. അതേ സഹോദരങ്ങളെ, ഈ ദിവ്യബലിയാണ്, ഈ കുരിശിൽ അവിടുന്ന് സഹിച്ച ഈ ബലിയാണ് മരണത്തെ ജയിക്കാനുള്ള ഏക ആയുധം. ഈ ബലി നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മുടെ അൾത്താരയിൽ വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോൾ ആ ഏക ബലിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഏക ബലിയിലേക്ക് നാമും നമ്മുടെ ഒപ്പമുള്ള ടൈമും രൂപാന്തരപ്പെടുകയാണ്. അൽഫോൻസമ്മ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ പാരവശ്യങ്ങൾക്ക് ശക്തി ലഭിച്ചതും ഈ ലോകത്തിൽ മനോഹരമായ ഈ ജീവിതം പൂർത്തിയാക്കിയതും വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ശക്തി കൊണ്ട് മാത്രമായിരുന്നു. അൽഫോൻസമ്മയുടെ ശങ്ക് ദിവികാരുണ്യ ഈശോയായിരുന്നു.
അൽഫോൻസാമ്മയെ പോലെ ദിവികാരുണ്യ ഈശോയെ ചങ്കായി സ്വീകരിച്ച് അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പാപത്തിൽ മരിച്ച് ഈശോയോടൊപ്പം നമുക്ക് ജീവിക്കാം. അങ്ങനെ മരണത്തിൽ ഈശോയെ നമുക്ക് ദർശിക്കാം. എൻ്റെ പപ്പ പറയുന്ന ഒരു മനോഹരമായ ചിത്രമുണ്ട്. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് കളിക്കാൻ വിട്ടിരിക്കുകയാണ്. നമ്മുടെ സമയം കഴിയുമ്പോൾ, നമ്മുടെ കളി കഴിയാറാവുമ്പോൾ ദൈവം പറയും, മതിയുടെ മക്കളെ കയറി വാന്ന്. അതാണ് മരണം. അത്രയേ ഉള്ളൂ മരണം. മൈ ഡിയേഴ്സ്, ഈ ഭൂമി നമ്മുടെ വീടല്ല. നമ്മൾ ഇവിടം വിട്ട് പോകേണ്ടവരാണ്. നമുക്ക് നമ്മുടെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകേണ്ടേ.